വീട് വന്ന് കവർ ചെയ്യുന്ന ഒരു എപ്പിസോഡ് ഉണ്ടാവുമല്ലോ. അതെ അതെ. അതിനുശേഷം ഈ അയൽ വീടുകളിലൊക്കെ നിങ്ങൾക്ക് കിട്ടിയൊരു മതിപ്പ് വേറെ ആയിരിക്കില്ലേ? അമ്പോ അതൊക്കെ എന്ന് പറഞ്ഞാൽ അല്ല, എന്നെ സംബന്ധിച്ച് എൻ്റെ ഞങ്ങളുടെ ഗ്രാമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ അവിടെ നിന്നൊന്നും അങ്ങനെ ഒരു ആ, എനിക്ക് മുന്നേ അങ്ങനെ ഒരാളൊന്നും അങ്ങനെ ഒരു വന്നിട്ടില്ല. സ്ഥലത്തേക്ക് വന്നിട്ടില്ല. ഈ വടകര സെലിബ്രിറ്റി ഒക്കെ പോലെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാൾ ഉണ്ടായിട്ടില്ല. സെലിബ്രിറ്റീസുകളുണ്ട്, പക്ഷെ അങ്ങനെ ഒരു ഈ ഒരു ഒരു പിന്തുണയൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഉം. സെലിബ്രിറ്റി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച സെലിബ്രിറ്റി ആയി. ഓക്കെ. പക്ഷെ ആ ആളെ ഒരു ഇഷ്ടത്തോടെ അല്ലെങ്കിൽ എപ്പോഴും ഒരു ടോക്കായിട്ട് വരുന്ന ഒരാളായിട്ട് മാറുമ്പോഴാണല്ലോ അയാൾ ആ സ്ഥലത്തെ ഒരു പ്രധാന പയ്യൻസായിട്ട് അല്ലെങ്കിൽ ഒരു പയ്യത്തിയായിട്ട് മാറത്തുള്ളൂ. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു സംഭവം ആയതുകൊണ്ട് എനിക്ക് നാട്ടിൽ ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഗ്രാമമാണ്, തൊട്ടിൽപ്പാലം എന്ന് പറഞ്ഞ ഗ്രാമമാണ്. എനിക്ക് തോന്നേ എൻ്റെ ഗ്രാമത്തിൽ ആ ഗ്രാമത്തിൽ ഞാൻ ഈ ഷൂട്ടിന് വേണ്ടി വരുമ്പം അന്ന് അവിടെ ഒരു ഐ മീൻ ഒരു ജാഥയുണ്ടല്ലോ, ഒരു പാർട്ടിയുടെ ജാഥയൊക്കെ ഉണ്ടല്ലോ, അതിൽ കൂടുതൽ ആളുകൾ അന്ന് അതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അത് സർവ്വമത ജാതി മത ഭേദമന്യേ എല്ലാവരും അതിൽ ഷൂട്ടിനൊക്കെ വരുമ്പോൾ നമ്മൾ ചെണ്ടയൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പം ചെണ്ടക്കാർ വന്നിട്ട് ജോബി മുമ്പിൽ ഞങ്ങൾ ചെണ്ടയുണ്ട്, എൻ്റെ ഫ്രണ്ടാണ് ചെണ്ട, ഞങ്ങൾ സ്പോൺസർ, അങ്ങനെ ഓരോരുത്തർ സ്പോൺസറായിരുന്നു. അങ്ങനെ പിന്നെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ നടക്കുന്നു വീട് വരെ, പിന്നെ നമ്മൾ ഇതും കൊണ്ട് ഇങ്ങനെ പോകുന്നു, ഇവർ കവർ ചെയ്ത് ഇങ്ങനെ പോകുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ വിൻ ചെയ്ത് വരുമ്പം കാവലുംപാറ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം വലിയ പഞ്ചായത്താണ്, വലിയ 3-4 മലകളൊക്കെ ചേർന്ന് അതിൻ്റെ താഴെ അടിവാരത്ത് വരുന്ന ഒരു പഞ്ചായത്താണ്. അപ്പം അവിടെ അന്നേ വരെ ആ ഒരു ജനത്തെ ആ കാവലുംപാറ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഏതാണ്ട് ഒരു 10-25,000 ജനങ്ങൾ അന്ന് നമ്മളെ കാണാൻ വേണ്ടി, നമ്മൾ വിൻ ചെയ്ത കപ്പ് കാണാൻ വേണ്ടി അന്ന് ടൗണിൽ കൂടി. അന്ന് ടൗണ് എനിക്കൊന്ന് വടകര മുതൽ തൊട്ടിൽപ്പാലം വരെ ബ്ലോക്ക്. വടകര എന്ന് പറഞ്ഞാൽ ഏകദേശം 10-40 കിലോമീറ്റർ ഉണ്ട്. അവിടെ മുതൽ ഈ തൊട്ടിൽപ്പാലം വരെ ബ്ലോക്കഡായിരുന്നു. പിന്നെ ഞങ്ങളുടെ തൊട്ടിൽപ്പാലത്തുള്ള കുറേ വണ്ടികളൊന്നും ഓടിയില്ല. അതൊരു വലിയ സംഭവമാണ് അതൊക്കെ. അതൊരു വലിയ അതിനുശേഷം ഞാനിപ്പോൾ വിഷ്ണുവോട് സംസാരിച്ചായിരുന്നല്ലോ, ഇപ്പോൾ 13-ാം തീയതി കാവലുംപാറ ഫെസ്റ്റായിരുന്നു. അപ്പോൾ 15 വർഷത്തിന് ശേഷം അതിനുശേഷം ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഒരു പ്രോഗ്രാം ചെയ്തു. പിന്നെ കണ്ട ആൾ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു. ഏതാണ്ട് ഒരു 10,000 ആളിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. നമുക്ക് ഒരു വലിയ സ്റ്റേഡിയം ആയിരുന്നു. ആ സ്റ്റേഡിയം ഫുള്ള് കവർ ചെയ്തു. ഫുള്ളാളെന്ന് വെച്ചാൽ സൂചി കുത്താൻ ആളില്ല. അതിനുശേഷം നമ്മൾ ടൗണിൽ 2 സ്ക്രീൻ ഇട്ടു. ആ സ്ക്രീനിൻ്റെ മുകളിൽ അതിലും ആളായിരുന്നു. ലാസ്റ്റ് പിന്നെ ഇപ്പം നിൽക്കുന്നത് അവിടെയാണ് സ്റ്റിൽ. ഈ പറയാൻ മറന്ന അതെ അതെ. അത് ഒരു സത്യം പറഞ്ഞാൽ സാധാരണ ആൾക്കാർ ചൂസ് ചെയ്ത് ഫൈനലായിട്ട് പാടാനൊക്കെ ചൂസ് ചെയ്യുന്ന ഒരു പാട്ടല്ല. കുറെ കൂടെ സംഗതികളൊക്കെ ഉള്ള പാട്ടൊക്കെ, സംഗതികളില്ല എന്നല്ല കേട്ടോ, എന്നാലും കുറെ കൂടി ക്ലാസിക്കൽ ടച്ചൊക്കെ ഉള്ളതൊക്കെ ബാക്കിയുള്ള എല്ലാവരും പാടിയിട്ടുള്ളത്. അതിന് മുമ്പുള്ള ദിവസം അങ്ങനെയൊക്കെയാണ് കണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു ചോയ്സ് അത് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. ഞാനെന്ന് വെച്ചാൽ അവിടെ നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക, സേഫായിട്ടൊരു സേഫ് സോണിൽ കളിക്കുക എന്നുള്ളൊരു ഇതിലൂടെയാണ് ഞാൻ എപ്പോഴും പോയിട്ടുള്ളത്. നമുക്ക് കാണിച്ച് കൊടുക്കാനുള്ള പാട്ടുകളൊക്കെ നമ്മൾ ആദ്യം കാണിച്ചു കൊടുത്തു. മാന എന്നുള്ള പാട്ടൊക്കെ നമ്മൾ 3-ാമത്തെ റൗണ്ടിൽ പാടി. അതൊക്കെയാണ് സാധാരണ ഫൈനലിൽ പാടുന്നത്, ഈ പറഞ്ഞതുപോലെ ഫൈനലിൽ പാടുന്ന പാട്ടുകൾ. പിന്നെ നമ്മൾ സാമ്യമാകുന്ന ഒരു ഉദ്യാനം എന്നുള്ള പാട്ട്, അതൊക്കെ നമ്മൾ ഓൾറെഡി പാടി വെച്ച പാട്ടുകളാണ്. പിന്നെ ഓഫ് കോഴ്സ് അങ്ങനെയുള്ള കുറച്ച് ടഫായിട്ടുള്ള സോങ്സുകൾ നമ്മൾ അതിൻ്റെ അകത്ത് പാടിയിട്ടുണ്ട്. ഈ പറയാൻ മറന്നതും ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്ന ഒരു 5-6 ഫൈനലിൽ ഞാൻ പാടി കേട്ടിട്ടുണ്ട് കേട്ടോ. മോശമുള്ള പാട്ടല്ല, അത് ഗസൽ ടൈപ്പ് സോങ് ആണ്. അപ്പം കൂടുതലും നമ്മുടെ കേരളീയ സംഗീതം അല്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലും ഈ കർണാട്ടിക് മ്യൂസിക്കിലാണ് വരുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി എല്ലാവരും പഠിച്ചു വെച്ചേക്കുന്നതും ആ കർണാട്ടിക് മ്യൂസിക്കിന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടുകളാണ് പഠിച്ചു വെക്കുന്നത്. കൂടുതൽ ഫിലിം സോങ്സുകളും അതാണ് വരുന്നത്. അപ്പം ആളുകൾക്ക് ഈ പഠിച്ച പിള്ളേർക്ക് അല്ലെങ്കിൽ പഠിച്ച ഇനിനെ പോലുള്ള ആളുകൾക്ക് കൂടുതലും പെട്ടെന്നൊരു പാട്ടെടുക്കുമ്പം ഇപ്പം നമുക്ക് ദേവസഭാതലോ ഇപ്പം രാമകഥയോ അപ്പം 7 സ്വരങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സുമുഹൂർത്തമയോ, ഇതൊക്കെ ഈ കർണാട്ടിക് ബേസ്ഡ് ആയിട്ടുള്ള സോങ്സ്. അപ്പം ഇത് പെട്ടെന്ന് അതിലേക്ക് അങ്ങ് ചൂസ് ചെയ്യും. ഈ ഹിന്ദുസ്ഥാനി എന്ന് പറയുമ്പോഴത്തേക്കും അത് വേറൊരു ജോണലായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ അതങ്ങനെ പറയുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി രാഗമായിട്ട് ഇഴുകിച്ചേർന്ന് കുറച്ചും കൂടി വലിച്ചും നിർത്തിയൊക്കെ പാടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അന്നേരം ഒന്നും ഹിന്ദുസ്ഥാനി ഒന്നും പഠിച്ചിട്ടില്ല, എനിക്കറിയില്ല. പക്ഷെ
എനിക്ക് എൻ്റെ തൊണ്ടയ്ക്ക് ആ സാധനം വരും. അപ്പം ഞാൻ അത് പാടി നോക്കിയപ്പം എനിക്ക് തോന്നി ഞാനിത് പാടിയാൽ നന്നായിരിക്കും. ഞാൻ എൻ്റെ മാഷുമായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ പാട്ട് സെലക്ട് ചെയ്യുന്ന എനിക്ക് കുറച്ച് ഒരു ഗ്രൂപ്പുണ്ട്, അവരുമായിട്ട് സംസാരിച്ചു. നമ്മൾ ഈ പാട്ടുകൾ നമ്മൾ മാഷുടെ മുന്നിൽ അവരുടെ മുമ്പിൽ നമ്മൾ ഒരു കീബോർഡൊക്കെ വെച്ചിട്ട് നമ്മളന്ന് പാടി സെലക്ട് ചെയ്യാൻ വെച്ച പാട്ടുകൾ ഓരോന്നും ഞാൻ പാടി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് കുറച്ചും കൂടി നന്നായിട്ട് ജോബിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പാട്ടായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഇതിലാണ് ഈ പാട്ട് നമ്മൾ ചൂസ് ചെയ്തത്. തുടർന്ന് നമ്മൾ ഈ പാട്ട് നമ്മൾ പഠിച്ചു. നാട്ടിൽ തന്നെ കുറച്ച് ഓർക്കസ്ട്രയൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ പിന്നെ ട്രിവാൻഡ്രത്ത് പോയി അവിടെ പ്രാക്ടീസ് ചെയ്തു. അതിനു ശേഷമാണ് പിന്നെ ഫൈനലിൽ നമ്മൾ കയറുന്നത്. അത്രയും പ്രാക്ടീസ് സെക്ഷൻ നമുക്ക് ആ പാട്ടിന് കിട്ടിയിരുന്നു. അത്ര ഈസി അല്ല ആ പാട്ട് പാടൽ. സിമ്പിളാണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ സിമ്പിൾ അല്ലാത്തതുകൊണ്ടാണ് ആളുകൾ ആ പാട്ട് എടുക്കാത്തത്. കാരണം അതിൻ്റെ അകത്തൊരു ഒരു ഒരു പഞ്ചമത്തിൻ്റെ ഒരു പോക്കുണ്ട്. ഗ സ ഗ നി സ ഗ പനി സ ഗ സ നി സ ഗ മ പ ഗ മ പ നി സ സ നി പ മ ഗ നി പ മ ഗ. ഞാൻ വളരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാനത് പാടുന്നതെന്ന് ഓർമ്മ വേണം. അതെ. അപ്പം ഈ ഷഡ്ജം വരില്ല പലർക്കും. അപ്പം അത് വരാത്തതുകൊണ്ടാണ് അവർ ആ പാട്ട് എടുക്കാത്തത്. അത് വന്നാലാണ് ഈ പ്രൈസ് കിട്ടത്തുള്ളൂ. എനിക്കെന്തോ ഭാഗ്യം കൊണ്ട് അന്ന് ആ സാധനം വന്നു. അത് വന്നില്ലേ എനിക്ക് കിട്ടത്തില്ല. അതാണ് ആ പാട്ടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവം. പിന്നെ അതിൻ്റെ അകത്തുള്ള കുറേ ഭാഗങ്ങളും താരകയായി വഴിതെളിക്കയോ പറയാൻ മറന്ന കുറേ സംഗതികളുണ്ട് എൻ്റെ അകത്ത്. പക്ഷെ നമുക്ക് ഈ ക്ലാസിക്കൽ പോലെ ഇങ്ങനെ താളം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങനെ അത്രയും സ്പുഷ്ടമായിട്ട് നമുക്ക് ഇച്ചിരി വലിച്ചും നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ആ പാട്ട് പാടാൻ പറ്റും. ഒരു ഗസൽ ടച്ചും ഉണ്ട്. അപ്പം അത് കുറച്ചും കൂടി എനിക്ക് ഈസി ആണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് സെലക്ട് ചെയ്തത്. അതെന്തായാലും അത് ഓത്തായി സോങ്. ഈ A.R. റഹ്മാൻ പാട്ടുകളോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടോ? ഉണ്ട്. A.R. റഹ്മാൻ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പം നമ്മളിപ്പോൾ സ്റ്റേജ് ഷോസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ റഹ്മാൻ സാറിൻ്റെ എല്ലാവർക്കും ഇപ്പോൾ അടിപൊളി മതിയല്ലോ, അപ്പോൾ ആർക്കും അങ്ങനെ മെലഡി ഒന്നും വേണ്ട. പക്ഷെ എന്നാലും നമ്മളൊരു പാട്ടൊക്കെ പാടുന്നതിന് മുമ്പ് കുറച്ച് മെലോഡിയസ് ആയിട്ടുള്ള പുള്ളിയുടെ കുറച്ച് പാട്ടുകളൊക്കെ ഒന്ന് മറ്റേ ഈ പാട്ട് NSL പോകിറ അത് അങ്ങനെയുള്ള പാട്ടുകൾ മലർകളെ ഇതന്നെ അതിൻ്റെ കുറേ ലൈൻസൊക്കെ ഇങ്ങനെ പാടി പിന്നെ അങ്ങനെ ഇതയമൊരു കണ്ണാടി അതിലേക്കൊക്കെ ഇങ്ങനെ കയറി ആൾക്കാരെ മെല്ലെ അതിലേക്ക് കൊണ്ടുപോകുന്നതിന് ശേഷം നമ്മൾ പിന്നെ നേരെ മുക്കാല അതിലേക്ക് കയറും. അപ്പോൾ അതൊരു സെഗ്മെന്റ് പോലെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്ന് ചെറിച്ച് ചെയിൻ പോലെ ഒന്ന് പാടി നല്ല രസമുണ്ട്. നമ്മൾ ആദ്യം നമ്മളിപ്പം മലർകളെയാണ് ഇപ്പം ഇങ്ങനെ മലർകളെ ഇത് എന്നെ കനവാ മലകളെ ഇത് എന്നെ നിனைவா ഉരുകിയതേ எனதுள்ளம் பெருகியதே விழிவெள்ளம் விண்ணோடும் நீதான் மண்ணோடும் நீதான் கண்ணோடும் நீதான் வா மலர்களே இதயமொரு கண்ணாடி உனது பிம்பம் விழுந்த தடி இதுதான சொந்தம் இதயம் சொன்னதடி கண்ணாடி விம்ப கற்று கயிர் ஒன்றுமில்லையடி கண்ணாடி ஊஞ்சல் விம்பமானதடி நீ ஒன்று சொல்லடி பெண்ணே இல்லை இன்று கொல்லடி கண்ணே இந்த வாழ்கையிலே மொத்தம் விழுவிழும் விலனை துரத்தாதே உயிர் கரையிறாதே இல்லை சொல்ல ஒரு கணம் போதும் இல்லை இன்று சொல்லை தாங்குவதென்ற இன்னும் எனக்கு ஒரு ஜென்மம் வேண்டும் என்ன சொல்ல போகிறா என்ன சொல்ல போகிறா என்ன சொல்ல போகிறா என்ன சொல்ல போகிறா
മൗനമാ മൗനമാ ഒരേ ഒരേ ഒരേ. അങ്ങനെ കയറും. ഓ ഇതിപ്പോ ഈ സാധനം പറഞ്ഞു കൊടുത്താൽ ഇനി ബാക്കിയുള്ളവർ ഇതെല്ലാം കയറ്റിക്കൊണ്ട് വരും. ഈ മെഡലി അങ്ങ് എടുക്കുമല്ലേ? അല്ല, ഈ ഒരു ലൈന് പിടിച്ച് വരും. ആ